നല്ല ക്വാളിറ്റി ഉള്ള പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് വാണിയംകുളം ചന്തയിലാണ്. ഒരുപാട് വളർത്തുകുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളുടെ സീസണാണല്ലോ. അടുത്ത പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും നല്ല സൈസ് കയറാൻ പറ്റിയ പോത്തുകുട്ടികളാണ് കൂടുതലും. ചെറുത് മുതൽ വലുത് വരെ എന്ന് പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള പോത്തുകുട്ടികളുണ്ട്. കൂടുതലും ആന്ധ്ര കുട്ടികൾ തന്നെയാണ്. പിന്നെ കർണാടക കുട്ടികളുണ്ട്, നാടൻ പോത്തിൻ്റെ കുട്ടികളുണ്ട്, പിന്നെ മുറയുടെ ക്രോസൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വളർച്ച വരാൻ ചാൻസ് ഉള്ള പോത്തുകുട്ടികളാണ്. ഈ കാണുന്ന പോലെ കേടൊക്കെ തീർന്ന അത്യാവശ്യം വളർച്ചയുള്ള പോത്തുകുട്ടികളാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ക്വാളിറ്റി. വില ചെറുതിന് 20 ഉണ്ട്. അത്യാവശ്യം തലക്കേടില്ലാത്ത 1 വർഷം 1.5 വർഷം ആയിട്ടുള്ള പോത്തുകുട്ടികൾക്കൊക്കെ 35 ആ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വില ഉണ്ട്. ഇനിയൊന്ന് വിലയൊക്കെ ഒന്ന് കുറഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും. 1 മാസം 2 മാസമൊക്കെ ടൈം എടുക്കും. നമ്മളിപ്പോൾ പോത്ത് ഫാമിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ചന്തയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചന്തയിൽ തന്നെ ധാരാളമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വളർച്ചയുള്ള പോത്തുകുട്ടികളുണ്ട്. ഫാമിനേക്കാൾ നല്ല കുട്ടികളിപ്പോൾ നിലവിൽ ചന്തയിലൊക്കെ വരുന്നുണ്ട്. കേരളത്തിൽ ഇഷ്ടം പോലെ പോത്തുകുട്ടികൾ വരുന്നതിൽ കൂടുതലും ആന്ധ്ര കുട്ടികളാണ്. ആന്ധ്ര പോത്തുകുട്ടികളാണ് കൂടുതൽ. പിന്നെ കർണാടക കുട്ടികളുണ്ട്, നാടൻ പോത്തിൻ്റെ കുട്ടികളുണ്ട്. മുറ ക്രോസൊക്കെ ഉണ്ട്. പക്ഷെ ഒറിജിനൽ മുറ പോത്തൊക്കെ കുറവാണ്. പക്ഷെ ആന്ധ്ര പോത്താണ് നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ കൂടുതൽ അനുയോജ്യമായിട്ട് വളർച്ച വരാനും ഇണങ്ങി പോകാനും ആന്ധ്ര പോത്തുകുട്ടികളാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ എത്ര നല്ല ബ്രീഡാണെങ്കിലും നമ്മൾ നോക്കുന്ന പോലെയാണ് പോത്തുകുട്ടികളുടെയൊക്കെ വളർച്ച വരിക. പിന്നെ വാങ്ങുമ്പോൾ അത്യാവശ്യം ലക്ഷണങ്ങളൊക്കെ നോക്കി വാങ്ങുക എന്ന് മാത്രം. നല്ല വളങ്ങിയ കൊമ്പും നല്ല കാൽപ്പൊക്കവും ഇടനീളവും പരന്ന നെറ്റിയും എല്ലാം നോക്കി വാങ്ങിക്കെങ്കിൽ അത്യാവശ്യം തലക്കേടില്ലാത്ത നല്ല പോത്തുകുട്ടികളെ കിട്ടും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.